അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു വൽഖവാഇദു മിനൻ നിസാഇ അല്ലാതി ലാ യർജൂന നികാഹ فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. സഹോദരങ്ങളെ, നാം ഉറ്റാലോചിക്കേണ്ട ഒരായത്താണിത്. അല്ലാഹു തആല പറയാണ് വൽഖവാഇദു മിനൻ നിസാ, സ്ത്രീകളിൽ വൃദ്ധരായിട്ടുള്ള പ്രായാധിക്യത്തിലെത്തിയിട്ടുള്ളവർ, അല്ലാതി ലാ യർജൂന നികാഹ, അവർ വിവാഹം ഇനി ആഗ്രഹിക്കുന്നില്ല, അവരെ കണ്ടൊരു പുരുഷനും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുകയുമില്ല, അത്രയും വാർദ്ധക്യത്തിലെത്തിയവർ. ഫലൈസ അലൈഹിന്ന ജുനാഹ്, അവരുടെ മേലെ കുറ്റമില്ല. അവരുടെ മേലെ കുറ്റം ഒഴിവാണ് അയ്യവഅന സിയാബഹുൻ, അവരുടെ വസ്ത്രം അഴിച്ചു വെക്കുന്നത്, അഥവാ മേൽവസ്ത്രങ്ങൾ, അവരുടെ മുഖം മറക്കുന്ന അതുപോലെയുള്ള വസ്ത്രങ്ങൾ മാറ്റുന്നത് അവർക്ക് വിരോധമില്ല, കുഴപ്പമില്ല. ഗൈറ മുതബർരിജാത്തിൻ ബിസീന, പക്ഷേ അത് പല അലങ്കാരങ്ങളോട് കൂടി, ചായങ്ങളോട് കൂടി അവരുടെ അലങ്കാരം വെളിവാക്കുന്ന രീതിയിലാകാൻ പാടില്ല. വഅയ്യസ്തഅഫിഫ്ന ഖൈറുൽ ലഹുൻ, അവർ ഏറ്റവും നല്ല രീതിയിൽ ചായത്തെ ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതാണ് അവർക്ക് ഖൈറായിട്ടുള്ളത്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. സഹോദരങ്ങളെ നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായാധിക്യത്തിലെത്തിയിട്ടുള്ള വൃദ്ധരായ സ്ത്രീകൾക്ക് ഒരു ഒഴിവ് കഴിവ് നൽകിയിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ പ്രത്യേകം ചായങ്ങൾ അണിഞ്ഞും സൗന്ദര്യ പ്രകടനം നടത്തുന്ന അവസ്ഥയിലാകരുത്. അതുപോലെ തന്നെ അവർ ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, അവരുടെ ഏറ്റവും നല്ല രീതിയിൽ വേഷം ധരിച്ച് അതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഖൈറായിട്ടുള്ളത്. വൃദ്ധകളോട് പോലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവതികളായിട്ടുള്ള കൗമാരപ്രായത്തിലുള്ള പുരുഷന്മാർ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ടാവുക.